ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മോളുടെ ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം സ്കൂൾ അടവായിരുന്നു. അങ്ങനെ വിചാരിച്ച് ഇന്നലൊന്ന് ലുലു മാൾ വരെ പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലുലു മാളിലേക്കൊന്ന് പോയി. രാവിലെ വീട്ടിൽ നിന്ന് ഒരു 9 മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ലുലു മാൾ ചെന്ന് ഒരു ഷോപ്പിലേക്ക് കയറി ലിപ്സ്റ്റിക്ക് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ നോക്കി, പക്ഷേ ആ ഷെയ്ഡൊന്നും കിട്ടിയില്ല. പകരം വേറെന്തോ വാങ്ങിച്ച് നേരെ മുന്നോട്ട് പോയി. എവിടെ കയറണം, എന്തെടുക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് ഫ്രണ്ട്സ്. പക്ഷേ എല്ലാ ഷോപ്പിലുമൊക്കെ കയറി ഇറങ്ങി കേട്ടോ, പക്ഷേ ഒന്നും വാങ്ങിയില്ലെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. അങ്ങനെ പോയി അവിടെ ചെന്ന് ഏതാണ്ടൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഏതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ ഒരു ഓഫർ ഉണ്ട്. ഇതാണ് ഫ്രണ്ട്സ്, ഫിഷ് കട്ട് ചെയ്ത് മസാല തേച്ച് വെച്ചേക്കും. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. പിന്നെ മീനുകൾ, എന്തോ ടൈപ്പ് മീനുകളാണെന്നറിയാവോ ഫ്രണ്ട്സ്, ഇതൊന്നും ഞാൻ കണ്ടിട്ട് കൂടിയില്ല. ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. എനിക്ക് ഞണ്ടൊക്കെ വാങ്ങിക്കാൻ തോന്നിയത്, പക്ഷെ ഞാൻ ആ സ്ഥലം ഞാൻ കണ്ടതേ ഇല്ല. ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ ആ സ്ഥലം കണ്ടില്ല. പിന്നെ എന്തായത് മീനാണ്, അക്വേറിയം വാങ്ങിച്ച് ഫ്രണ്ട്സ് ഇവിടെ കൊണ്ടുവരികയും ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് കൊന്നുകളയുകയും ചെയ്തു. അതിനെ കൊന്നതല്ല, പിന്നെ പച്ചക്കറി മാർക്കറ്റാണ്. അതായത് മാർക്കറ്റല്ല, പച്ചക്കറി ഷോപ്പാണ്. ഫ്രൂട്ട്സ്, പച്ചക്കറി, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ ഇത്തിരി ചീര വാങ്ങിച്ചുള്ളൂ, വേറെ ഒന്നും വാങ്ങില്ല. പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ അമ്മൂട്ടി അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ സെലക്ട് ചെയ്തെടുത്തു. ഇതിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാം. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ട് അവിടെ പോയി നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് കൊണ്ടുവന്ന് നമുക്ക് കഴിക്കാം. ബില്ലടിച്ച് ഇതുപോലെ സ്റ്റിക്കർ അടിച്ച് അവർ പാക്ക് ചെയ്ത് തരും, നമുക്ക് കഴിക്കാം. അങ്ങനെ അമ്മൂട്ടി അതൊക്കെ വാങ്ങിച്ചു. പക്ഷെ അവൾ കഴിച്ചൊന്നുമില്ല, ഞാനാണ് കഴിച്ചത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ഷൂ നോക്കാനായിട്ട് വന്നു. പക്ഷേ അവളുടെ സൈസിലുള്ള ഷൂ ഒന്നും കിട്ടിയില്ല ഇവിടെ നിന്ന്. അങ്ങനെ ജസ്റ്റ് കയറി ഇറങ്ങി നോക്കിയിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ മുകളിലൊന്ന് താഴോട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. താഴോട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ആൾക്കാർ പോകുന്നു വരുന്നു, ജ്വല്ലറീസ് ഷോപ്പുകൾ, അങ്ങനെ ഒത്തിരി തിരക്ക് തന്നെയായിരുന്നു. അങ്ങനെ പോയി വന്ന് ആളിന് എവിടെ പോയാലും ഒരു KFC വാങ്ങലുണ്ട്. KFC എന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര പ്രാന്താ. ഇത് കണ്ടല്ലോ, ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് KFC. അത്രയ്ക്ക് ഇഷ്ടമാണ് ഫ്രണ്ട്സ് KFC എന്ന് വെച്ചാൽ. ഇവിടെ നെടുമങ്ങാട് പോയാലും ആദ്യം പോയി വാങ്ങുന്നത് KFCയാണ്. ട്രിവാൻഡ്രത്ത് പോയാലും ആദ്യം KFC വാങ്ങുള്ളൂ, കഴിക്കുള്ളൂ. ബിരിയാണിയൊന്നും ഇഷ്ടമല്ല ഫ്രണ്ട്സ്, ബിരിയാണി കഴിക്കില്ല. ഫ്രൈഡ് റൈസും കഴിക്കത്തൊന്നുമില്ല. ഈ KFCയാണ് ഇഷ്ടം. അല്ലെങ്കിൽ ചപ്പാത്തിയും പിന്നീട് ചിക്കൻ ഫ്രൈയും, ഇത് മാത്രമേ കഴിക്കൂ. വേറെ ഒന്നിനോടും താല്പര്യമില്ല, ഇഷ്ടവുമില്ല. പിന്നെ എവിടെ പോയാലും ലൈം ജ്യൂസാണ്. എല്ലാവരും ഫലോഡയും അതും ഇതുമൊക്കെ കഴിക്കുമ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലൈം ജ്യൂസാണ്. പിന്നെ ഇവിടെ വന്നിട്ട് കൂട്ടയിടിയായിരുന്നു ഫ്രണ്ട്സ്, കൂട്ടയിടി. ഞാനല്ല ഫ്രണ്ട്സ് ഓട്ടിച്ചത്, എന്റെ ശ്രീനന്ദന ചേച്ചിയാണ് ഓട്ടിച്ചത്. അത് ഞാൻ ഹാപ്പി ലാൻഡിൽ പോയി ഓട്ടിച്ച് അതിനെക്കാട്ടി നന്നായിട്ട് ഞാൻ ഓട്ടിച്ച്. ഇവിടെ എന്റെ തല എല്ലാം ഇടിച്ച്, എന്റെ ശരീരം മൊത്തം, എന്റെ എല്ലൊക്കെ ഇളകി പോയാ എന്തോ. എങ്കിലും അതും ഒരു ഹാപ്പിനെസ് ആയിരുന്നു, ഒരു ഫണ്ണായിരുന്നു. അവിടെയുള്ള കുറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ നമ്മൾ കയറി ഫ്രണ്ട്സ്. ഇത് അവിടെ കിടന്ന് ഇടിക്കുകയാണ് നമ്മള്. ഇതൊക്കെ കണ്ടോ, തലവേദന വൺ ടൈംസ് അങ്ങ് മാത്രം ഒന്ന് ഇടിക്കാണ്ട് വന്നെന്ന് തോന്നുന്നു. ബാക്കി എപ്പോഴും കൂട്ടടി തന്നെയായിരുന്നു. ഇവിടെ ഇടിയോടിടി എങ്കിലും അതും ഒരു രസമായിരുന്നു ഫ്രണ്ട്സ്. പോയി അങ്ങനെ ഇത് മാത്രമേ കണ്ടോ ഫ്രണ്ട്സ്, ഇത് മാത്രമേ ഇടിയില്ലാണ്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും ഇടി തന്നെ, ഇടിയാ. എന്റെ പൊന്നോ, അടുത്ത ഒരു റോളർ കോസ്റ്റർ പോലത്തെ സംഭവത്തിൽ കയറി. എന്റെ പൊന്നോ, പോകുന്നത് മാത്രമേ അറിയൂ, പിന്നെ തിരിച്ചെത്തുന്നതും കൂടെ അറിയുള്ളൂ, ബാക്കി ഒന്നും അറിയാൻ പറ്റൂല. എന്റെ പൊന്നോ, അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ കയറിയിട്ട് അത് കറങ്ങും. ഈ നമ്മൾ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് കറങ്ങിയിട്ട് അവിടെ ചെന്ന് സ്പീഡായിട്ട് പോകുമ്പോ അതും കൂടെ കറങ്ങി എല്ലാം കറങ്ങി തലയെല്ലാം ഇടിച്ചതൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സ്. സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് കണ്ടോ ഫ്രണ്ട്സ്, അവിടെ കറങ്ങും. എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു, എന്നെ പേടിപ്പിച്ചതാണ് ഇത്. അങ്ങനെ എന്തായിരുന്നാലും അതും ഫസ്റ്റ് ടൈമായിട്ട് കയറി, അതും അവളുടെ പേടി അങ്ങ് മാറി. ഇതൊക്കെ ഒരു ഫ്രണ്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട് സ്പീഡ് കൂടുന്നത്. ഇതൊക്കെ ഫ്രണ്ട്സ് സ്പീഡ് കൂടി.
ഇവിടുന്ന് സ്പീഡ് കൂടി അങ്ങ് പോവും. അമ്മൂട്ടി വിളിയോട് വിളിക്കുന്നുണ്ട് അവിടെ എന്താ ഇങ്ങനെ വരും കണ്ടോ, ഇങ്ങനെ പോയി. പിന്നെ ഞാൻ ബോളിങ് ചെയ്യാൻ പോയി. ബോളിങ് അതിലൊരു വലിയൊരു പാറക്കല്ല് പോലത്തെ ഒരു കല്ല് ബോളുണ്ട്. അതിൽ 20 ബോൾസ് എനിക്ക് എന്നെ കൊണ്ട് അടിക്കാൻ പറ്റും. ഒക്കെ ഞാൻ അടിച്ചു. ആ ബോൾ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര കൈവേദനയാണ് ഫ്രണ്ട്സ്. അതിൻ്റെ അകത്ത് 2 വെയിറ്റ് കുറഞ്ഞ ബോൾ ഉണ്ടായിരുന്നു. അത് രണ്ടുമാണ് ഞാൻ എടുത്തത്. 75 പോയിന്റ്സ് അങ്ങനെ കിട്ടിയെന്ന് തോന്നുന്നു. അതൊക്കെ ഇങ്ങനെ കളിച്ചു. അത് കുറേ എല്ലാ സൈഡിൽ കൂടെ പോയി. അതും ഒരു ഹാപ്പിനെസ് തന്നെയായിരുന്നു. എൻജോയ്മെൻ്റ് ചെയ്തു. പിന്നെ അടുത്തത് വന്ന് ഇത് കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയിൽ നമ്മൾ പോത്തൻകോഴി റോഡ് സൈഡിലൊരു ഇത് കണ്ടു, ഒരു ചായക്കട കണ്ടു. ചായ കുടിക്കാൻ കയറിയതാണ്. അപ്പോൾ അവൾക്ക് ചിക്കനും അതും വേണമെന്ന് തന്നെ കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ച് മാമനും ഉണ്ടായത്. നമ്മളെല്ലാം കഴിഞ്ഞ് ഹാപ്പിയായി സന്തോഷത്തോടെ അവളും എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീഡിയോ